ഹായ് എവരിവൺ. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് റിട്ടേൺ ടൈപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടോപ്പിക്ക് മാത്രമേ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. റിട്ടേൺ വാല്യൂസ്. അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് എന്താണ് ഡെഫിനിഷൻ കണ്ടു, ഫങ്ഷൻസിൻ്റെ 3 ആസ്പെക്ട്സ് കണ്ടു. അതായത് ഒരു ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം, ഫംഗ്ഷൻ കോൾ ചെയ്യണം, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതണം. ഈ 3 കാര്യങ്ങളിലും, അതായത് ഫംഗ്ഷൻ കോൾ എല്ലാത്തിലും, ഈ മൂന്ന് ആസ്പെക്ട്സിലും ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫംഗ്ഷൻ ഡിക്ലറേഷൻ സമയത്ത് ഫംഗ്ഷൻ്റെ പേരെന്താണോ അതിന് മുമ്പ് വരുന്ന വാക്ക്, ആ വേർഡാണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫംഗ്ഷൻ എഴുതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഫംഗ്ഷനിൽ അതിനകത്തുള്ള ലൈൻസ് ഓഫ് കോഡ്, അതിൻ്റെ ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം, ഇൻവോക്ക് ചെയ്യണം, ആ ഫംഗ്ഷനെ വിളിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള ലൈൻസ് ഓഫ് കോഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഫംഗ്ഷൻ അതിൻ്റെ അകത്തുള്ള ലൈൻസ് ഓഫ് കോഡ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവം തിരിച്ച് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ തിരിച്ച് തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ തിരിച്ച് തരുന്നുണ്ട് എന്നാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, ആ തിരിച്ച് തരുന്നത് എന്താണോ ആ തിരിച്ച് തരുന്ന സാധനത്തിൻ്റെ ടൈപ്പ്, അതാണ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിരിച്ചു തരുന്നത് എന്ന് പറയുന്നത് എവിടേക്കാണ് തിരിച്ചു തരാമെന്നുള്ളത്. ഒരു ഫംഗ്ഷനെ നമ്മൾ എവിടെ നിന്നാണോ വിളിച്ചത് അവിടേക്കാണ് ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്കാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ കാണും. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ഒരു ഫുൾ പ്രോഗ്രാം ഉണ്ടാവില്ല, നമ്മൾ ചെറിയ ചെറിയ ഫങ്ഷൻസ് മാത്രമേ കാണുള്ളൂ. കുറേ ഫങ്ഷൻസും മെയിൻ ഫങ്ഷനൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എന്ത് ചെയ്യും, ആ ഫംഗ്ഷനെ വിളിച്ചത് എവിടെ നിന്നാണോ വിളിച്ചത് ആ പോയിന്റിൽ നിന്ന് ഫംഗ്ഷനിലേക്ക് നേരെ ഒറ്റ ചാട്ടം ചാടും. പിന്നെ ഫംഗ്ഷൻ്റെ അകത്തുള്ള എല്ലാ ലൈൻസ് ഓഫ് കോഡും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫംഗ്ഷൻ്റെ ക്ലോസിങ് കർലി ബ്രാക്കറ്റ് കണ്ടു കഴിയുമ്പോഴോ അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിയുമ്പോഴോ എവിടെ നിന്നാണോ ഈ ഫംഗ്ഷനെ വിളിച്ചത് അവിടേക്ക് തിരിച്ചു ചാടും. അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ കോളിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫംഗ്ഷൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യപ്പെടുന്നത് ഫംഗ്ഷനെ എവിടെ നിന്നാണോ വിളിച്ചത് അവിടേക്ക് തന്നെയായിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, നമുക്ക് ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം, എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഫംഗ്ഷൻ സിക്കകത്ത് ഒരു ഫംഗ്ഷൻ എന്തായാലും നിർബന്ധമായിട്ടും എന്തെങ്കിലും റിട്ടേൺ ചെയ്യണം എന്നൊരു കമ്പൽസറിയും ഇല്ല, നിർബന്ധമില്ല. എല്ലാ ഫംഗ്ഷൻസും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചില ഫംഗ്ഷൻസ് റിട്ടേൺ ചെയ്യും, ചില ഫംഗ്ഷൻസ് റിട്ടേൺ ചെയ്യില്ല. നമ്മൾ എഴുതാൻ പോകുന്ന ഫംഗ്ഷൻസ് എന്തെങ്കിലും റിട്ടേൺ ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ പ്രോഗ്രാമേഴ്സാണ് തീരുമാനിക്കേണ്ടത് റിട്ടേൺ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, ഒരു ഫംഗ്ഷൻ മേ ഓർ മേ നോട്ട്. അതിൻ്റെ മീനിങ് വേണമെങ്കിൽ ചെയ്യാം, ചിലപ്പോൾ ചെയ്തില്ല എന്നും വരും. അപ്പം നിർബന്ധമില്ല ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മുടെ ഫംഗ്ഷൻ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണെങ്കിൽ, നമ്മുടെ ഫങ്ഷൻസ് ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ, അതിന് റിട്ടേൺ ടൈപ്പ് നമ്മൾ എഴുതേണ്ടത് വോയിഡ് എന്നാണ്. ഈ വോയിഡ് എന്ന വാക്ക് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വോയിഡ് മെയിൻ എന്ന് പ്രോഗ്രാം എഴുതുമ്പോൾ വോയിഡ് മെയിൻ പലരും എഴുതാറുണ്ട്. കാരണം ആ മെയിൻ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്തായാലും എഴുതിയിരിക്കണം. അതായത് റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത്, ഫംഗ്ഷൻ്റെ പേരിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ റിട്ടേൺ ടൈപ്പ് വരുന്നത്. അപ്പോൾ ആ സ്പേസ് നമുക്ക് ബ്ലാങ്ക് ആക്കി വെറുതെ ഒഴിച്ചിടാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്തെങ്കിലും എഴുതിയേ പറ്റൂ. നമ്മുടെ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ വോയിഡ് എന്ന് എഴുതണം, VOID. അതല്ല, എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, അതിൻ്റെ ടൈപ്പ് എന്താണ്, ആ ടൈപ്പാണ് നമ്മൾ ആ റിട്ടേൺ
ടൈപ്പ് ആ ഫംഗ്ഷൻ്റെ പേരിന് മുമ്പായിട്ട് എഴുതേണ്ടത്. അത് ഇപ്പോൾ ഇൻ്റ് ആവാം, ലോങ് ആവാം, ക്യാരക്ടർ ആവാം, ഡബിൾ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ റിട്ടേൺ ടൈപ്പ് എഴുതേണ്ട സ്ഥലം നമ്മൾ മറക്കാതിരിക്കുക, ഫംഗ്ഷൻ നെയിമിന് തൊട്ട് മുമ്പ്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ റിട്ടേൺ ടൈപ്പ് നമ്മൾ എഴുതാറില്ല. നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴും ഫംഗ്ഷൻ ഡെഫിനിഷൻ സ്ഥലത്തും ആ സമയത്ത് മാത്രമാണ് റിട്ടേൺ ടൈപ്പ് എഴുതാറുള്ളത്. പക്ഷെ ഫംഗ്ഷൻ കോൾ ചെയ്യണ സമയത്ത് നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവണം ഈ ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നതെന്ന്. അത് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ. അതായത് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ എനിക്ക് തിരിച്ച് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു ഇൻഡിജർ തിരിച്ച് തരുന്നുണ്ടെന്നാണെങ്കിൽ ആ തിരിച്ച് തരുന്ന ഇൻഡിജറിനെ ഞാൻ ഹാൻഡിൽ ചെയ്യണം. അതായത് ഞാൻ ഒരാളെ വിളിച്ചു, അയാളെങ്കിൽ തിരിച്ച് സാധനം എടുത്ത് എറിഞ്ഞു തന്നു. ആ എറിഞ്ഞു തരുന്ന സാധനത്തിന് ഞാൻ പിടിച്ച് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണമല്ലോ. അപ്പം ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. നമ്മൾ വിളിക്കുന്ന ഫങ്ഷൻസ് നമുക്ക് എന്തെങ്കിലും തിരിച്ചു തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ബോധ്യം നമുക്ക് എന്തായാലും ഉണ്ടാവണം. അതനുസരിച്ച് വേണം നമ്മൾ കോഡ് എഴുതാനായിട്ട്. അപ്പോൾ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ വോയിഡ് ആണ്. അതല്ല എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് റിട്ടേൺ ചെയ്യുന്നത് ആ ടൈപ്പാണ് നമ്മളവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ ലൈൻ നിങ്ങൾ മനസ്സിലാക്കി ഓർത്ത് വയ്ക്കുക. റിട്ടേൺ ടൈപ്പ് എന്ന് പറയണത് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻഡിജറാണ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഇൻഡ് ആയിരിക്കും. ഫ്ലോട്ടാണ് റിട്ടേൺ ചെയ്യണമെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഫ്ലോട്ട് ആയിരിക്കും. ക്യാരക്ടർ ആണെങ്കിൽ റിട്ടേൺ ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കും. ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിരിക്കും. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ ഫംഗ്ഷൻ്റെ പേരെന്താ? ഹലോ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. അത് എങ്ങനെ മനസ്സിലാവും? ഈ ഹലോ എന്ന വാക്കിന് പിന്നാലെ ഈ പെയർ ഓഫ് പാരന്തസിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹലോ എന്നൊരു ഫംഗ്ഷനാണ്. അതിന് മുമ്പ് വന്നേക്കുന്ന വാക്ക് അതാണ് റിട്ടേൺ ടൈപ്പ്. അപ്പോൾ ഇവിടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ റിട്ടേൺ ടൈപ്പ് ഇവിടെ ഈ ഒരു പോയിന്റ്, ഈ ഒരു സ്പേസ് നമുക്ക് വെറുതെ ഒഴിച്ചിടാൻ പറ്റില്ല. അവിടെ നമ്മൾ വോയിഡെന്നെങ്കിലും എഴുതിയിരിക്കണം. അപ്പോൾ വോയിഡെന്ന് എഴുതണമെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? വോയിഡിൻ്റെ മീനിങ് ആ വാക്കിൻ്റെ ഡിക്ഷണറി മീനിങ് എംറ്റി എന്നാണ്. അപ്പോൾ വോയിഡ് സ്പേസ് മീൻസ് എംറ്റി സ്പേസ് എന്നാണ് അതാണ് വോയിഡ് എന്ന വാക്കിൻ്റെ ഡിക്ഷണറിയിലുള്ള മീനിങ്. ഇവിടെ വോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഹലോ എന്ന് പറയുന്ന എൻ്റെ ഫംഗ്ഷൻ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എത്ര ലൈൻസ് ഓഫ് കോഡ് ഉണ്ട്? ഒറ്റ ലൈൻ ഓഫ് കോഡേ ഉള്ളൂ. പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ പ്രിന്റ് എഫ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം എന്താ? പ്രിന്റ് എഫ് ബിൽഡിംഗ് ഫംഗ്ഷൻ നമുക്കറിയാം. അതറിയില്ല എന്നാണെങ്കിൽ കൂടി നമുക്ക് നോക്കിയാൽ മതി. പ്രിന്റ് എഫ് കഴിഞ്ഞിട്ട് നോക്കിയത് പെയർ ഓഫ് പാരന്തസിസ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിന്റ് എഫ് ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫംഗ്ഷൻ ഹെഡർ അല്ലെങ്കിൽ ഫംഗ്ഷൻ സിഗ്നേച്ചർ, ഫംഗ്ഷൻ ബോഡി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതാണ് ഫംഗ്ഷൻ ഹെഡർ? ഈ പോർഷനാണ് എൻ്റെ ഫംഗ്ഷൻ ഹെഡർ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര സൂപ്പർ ആയിരിക്കില്ല. ഞാൻ എൻ്റെ ഷോർട്ട് ഫോം എഴുതാം, ഹെഡർ. ഓക്കെ, ഹെഡറിൻ്റെ ഷോർട്ട് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ ഹെഡർ. ഫംഗ്ഷൻ ഹെഡർ നമുക്ക് എന്തൊക്കെ പറഞ്ഞുതരും? ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് പറഞ്ഞുതരും, അതാണ് വോയിഡ്. ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞുതരും, ഹലോ. പിന്നെ പാരാമീറ്റർ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞുതരും. ഇവിടെ പാരാമീറ്റർ ലിസ്റ്റ് എംറ്റി ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ ഹെഡറാണ് ഈ കാണുന്നത്. ഇനി ഫംഗ്ഷൻ ബോഡി ഏതാണ്? ഈ കാണുന്നതാണ് എൻ്റെ ബോഡി, ഫംഗ്ഷൻ്റെ ബോഡി. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ബോഡി എന്ന് പറയുന്നത് എവിടെ എന്താ ശ്രദ്ധിക്കേണ്ടേ? ഈ ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റിനും ക്ലോസിംഗ് കർലി ബ്രാക്കറ്റിനും ഇടയിലുള്ള എല്ലാ കണ്ടൻസും എൻ്റെ ഫംഗ്ഷൻ ബോഡിയാണ്. ഈ കേസിൽ എൻ്റെ ഫംഗ്ഷൻ ബോഡിയിൽ ആകെ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഈ ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റിനും ക്ലോസിംഗ് കർലി ബ്രാക്കറ്റിനും ഇടയിൽ വരുന്ന എല്ലാ ലൈൻസ് ഓഫ് കോഡിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ, ഇപ്പോൾ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഫംഗ്ഷനെ വിളിക്കണം. ഞാൻ ഈ ഫംഗ്ഷനെ വിളിക്കാതെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവില്ല. ഈ ലൈൻ, ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, ഈ പ്രിന്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല.
ഇപ്പം ഞാൻ ഈ ഫംഗ്ഷനെ വിളിച്ചു കഴിയുമ്പോൾ കൺട്രോൾ അവിടെ നിൻ്റെ അകത്തേക്ക് വരും. ഫംഗ്ഷനെ വിളിച്ചു കഴിയുമ്പോൾ കൺട്രോൾ ചാടി കയറി ഇവിടേക്ക് എത്തും. ഈ ലൈൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ആകെ ഒറ്റ ലൈനേ ഉള്ളൂ. ഇവിടെ ഒന്നില്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ അതല്ലെങ്കിൽ ഈ ക്ലോസിങ് കർലി ബ്രാക്കറ്റ് കണ്ടു കഴിയുമ്പോൾ എവിടെ നിന്നാണോ ഈ ഫംഗ്ഷനെ വിളിച്ചത് അവിടേക്ക് കൺട്രോൾ തിരിച്ചു പോകും. ഇതാണ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത്. അത് ഏകദേശം ഒരു ഐഡിയ ഇപ്പം ഉണ്ടാക്കി വയ്ക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കുക, ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ റിട്ടേൺ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫംഗ്ഷൻ എഴുതിയെന്ന് പറഞ്ഞത് എഴുതി അത് വർക്ക് ചെയ്യില്ല. ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കണം, കോൾ ചെയ്യണം. കോൾ ചെയ്യുമ്പോൾ കൺട്രോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിക്കയറി വരും. ഈ ഫംഗ്ഷനകത്തുള്ള എത്ര ലൈൻസ് ഓഫ് കോഡ് ഉണ്ടോ ആ എല്ലാ ലൈൻസ് ഓഫ് കോഡും എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഒന്നല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ക്ലോസിങ് കർലി ബ്രാക്കറ്റ് കണ്ടു കഴിയുമ്പോൾ ഈ ഫംഗ്ഷൻ എവിടെ നിന്നാണോ വിളിച്ചത് അവിടേക്ക് തിരിച്ചു പോകും. ആര്? കൺട്രോൾ. ഓക്കെ, മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കുക. അപ്പോൾ ഫംഗ്ഷൻ ഹെഡർ പറഞ്ഞു, ഫംഗ്ഷൻ ബോഡി പറഞ്ഞു. നേരത്തെ പറഞ്ഞ കണ്ടിന്യൂഷൻ ആണ്, കുറച്ച് മാറിപ്പോയി. ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ ഹെഡർ, ഇതാണ് എൻ്റെ ഫംഗ്ഷൻ ബോഡി. റിട്ടേൺ ടൈപ്പ് ഇൻ്റ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പേര് ഗെറ്റ് എന്നാണ്, പാരാമീറ്റർ ലിസ്റ്റ് എംപ്റ്റി ആണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണെങ്കിൽ ഫംഗ്ഷൻ ഹെഡറിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പേര് ഗെറ്റ്, റിട്ടേൺ ടൈപ്പ് ഇൻ്റ്, അപ്പോൾ അതിൻ്റെ പാരാമീറ്റർ ലിസ്റ്റ് എംപ്റ്റി ആണ്. ബോഡിക്കകത്ത് ഒറ്റ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അത് റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ റിട്ടേൺ ടൈപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്താണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നതെന്ന്. അതാണ് റിട്ടേൺ ടൈപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. റിട്ടേൺ ടൈപ്പ് ഇവിടെ വോയിഡ് അല്ല എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഫംഗ്ഷൻ എന്തോ റിട്ടേൺ ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെ വോയിഡിന് പകരം ഇൻഡ് എന്ന വാക്ക് വന്നപ്പോൾ തന്നെ ക്ലിയർ ആയി ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ പോകുന്ന ഒരു ഇൻറ്റിജർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫംഗ്ഷൻ എഴുതുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഫംഗ്ഷൻ നമ്മൾ വിളിക്കണം. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഫംഗ്ഷനെ വിളിക്കുന്നത് അവിടെ നിന്ന് കൺട്രോൾ ഇങ്ങോട്ട് കടന്നു വരും. ഈ വരുന്ന കൺട്രോളാണ്, ഈ ആരോ കൺട്രോളാണ്. ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് കയറുന്നു. ഇതിൻ്റെ അകത്തുള്ള ഈ ബോഡിക്കകത്തുള്ള എല്ലാ ലൈൻസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് ബോഡി ബി എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒന്നില്ലെങ്കിൽ ഈ കർലി ബ്രാക്കറ്റ് കാണുമ്പോൾ, ക്ലോസിങ് കർലി ബ്രാക്കറ്റ് കാണുമ്പോൾ, അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോഴാണ് കൺട്രോൾ തിരിച്ചു പോവുക. ഈ കേസിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും എഴുതിയിരിക്കണം. കാരണം റിട്ടേൺ ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെതാ? ഈ പോർഷനിൽ. ഇവിടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണെങ്കിൽ സി കമ്പൈലർ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രതീക്ഷിക്കുന്നില്ലെന്നല്ല, ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പാടില്ല. കാരണം നമ്മൾ വോയിഡിൻ്റെ മീനിങ് എന്താ? ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നില്ല നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റിട്ടേൺ എഴുതി കഴിഞ്ഞാൽ സി കമ്പൈലർ ഉടക്കും. അതേപോലെ തന്നെ നമ്മൾ റിട്ടേൺ ടൈപ്പ് വോയിഡിന് പകരം വേറെ എന്തെങ്കിലും ഇൻഡെന്നോ ക്യാരെന്നോ, ഇപ്പോൾ ഈ എക്സാമ്പിൾ ഇൻഡെന്ന് എഴുതിക്കുന്നത്, ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയില്ല എന്നാണെങ്കിൽ അപ്പോഴും കമ്പൈലർ ഉടക്കും. കാരണം നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഫംഗ്ഷൻ ഒരു ഇൻറ്റിജറിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്ന്. എന്നിട്ട് നമ്മൾ റിട്ടേൺ ഒന്നും എഴുതിയില്ല എന്നാണെങ്കിൽ, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ കമ്പൈലർ ഉടക്കും. അപ്പോൾ ഈ റിട്ടേൺ എന്ന് പറയുന്ന ഒരു കീവേഡാണ്. അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്? ഈ എക്സാമ്പിളിൽ 10 എന്ന് പറയുന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. 10 എന്താണ്? 10 ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ ഈ റിട്ടേൺ കഴിഞ്ഞിട്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്ന 10 എന്ന് പറയുന്നതിൻ്റെ ടൈപ്പും ഇവിടെ റിട്ടേൺ ടൈപ്പിൽ എഴുതിയേക്കുന്ന ഇൻഡ് എന്ന് പറയുന്ന ടൈപ്പും രണ്ടും സെയിം ആണ്. അതുകൊണ്ട് കമ്പൈലർ ഒരു കുഴപ്പം പറയില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിയുമ്പോൾ കൺട്രോൾ ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് തിരിച്ചു പോകും. ഈ തിരിച്ചു പോകുന്നത് കൺട്രോളാണ്. അപ്പം നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായില്ല, കാരണം റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിരുന്നു. ഈ ക്ലോസിങ് കർലി ബ്രാക്കറ്റ് കണ്ടപ്പോഴാണ് തിരിച്ചു പോയത്. ഈ എക്സാമ്പിൾ റിട്ടേൺ ടൈപ്പ് വോയിഡ് അല്ല, ഇൻഡ് ആണ്. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവണം. മാത്രമല്ല റിട്ടേൺ ചെയ്യുന്ന സംഭവം എന്താണോ അതിൻ്റെ ടൈപ്പ് എന്ന് പറയണത് നമ്മളിവിടെ പറഞ്ഞേക്കുന്ന അതേ ടൈപ്പ് തന്നെ ആയിരിക്കാൻ വേണം.
ഇവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ് തന്നെ റിട്ടേൺ ചെയ്യണം. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് തന്നെ റിട്ടേൺ ചെയ്യണം. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ തന്നെ റിട്ടേൺ ചെയ്യണം. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റേ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഒരു കൺട്രോള് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ഫംഗ്ഷനിലേക്ക് കടന്നു വരും. ഫംഗ്ഷൻ്റെ അകത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റോ ഈ ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് കാണുമ്പോഴോ തിരിച്ചു പോകും. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമെങ്കിൽ അത് തെറ്റാണ്. അതേപോലെ റിട്ടേൺ ടൈപ്പ് വോയിഡ് അല്ല വേറെ എന്തൊക്കെയോ ഇൻറ്റെന്നോ ഫ്ലോട്ടെന്നോ എഴുതിയിട്ട് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയില്ല എങ്കിൽ അപ്പോഴും അത് തെറ്റാണ്. ഇനി പറഞ്ഞു നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ എക്സാമ്പിൾ മനസ്സിലായെന്ന് കരുതി വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ എല്ലാത്തിലും ഇതിൻ്റെ അകത്ത് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഫംഗ്ഷൻ ബോഡിക്ക് അകത്ത് ഒരു ലൈൻ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഈ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഇടയിൽ എത്ര ലൈൻസ് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അത് നമ്മൾ പ്രോഗ്രാമറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ എക്സാമ്പിളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏതാണ് ഫംഗ്ഷൻ ഹെഡർ? ഈ ഫ്ലോട്ട് തുടങ്ങി ഈ കർലി ബ്രാക്കറ്റ്സിന് മുമ്പ് വരെയുള്ള ആ പോർഷനാണ് ഫംഗ്ഷൻ ഹെഡർ. നമുക്ക് എന്തൊക്കെ മനസ്സിലാവുന്നുണ്ട്? റിട്ടേൺ ടൈപ്പ് വോയിഡ് അല്ല, അതിൻ്റെ അർത്ഥം ഫംഗ്ഷൻ എന്തോ റിട്ടേൺ ചെയ്യുന്നുണ്ട്. റിട്ടേൺ ടൈപ്പ് ഫ്ലോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത് ഒരു ഫ്ലോട്ട് വാല്യൂ ആണ്. അത് ഡെസിമൽ പോയിന്റ് വാല്യൂ 3.14 അങ്ങനത്തെ ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഫംഗ്ഷൻ്റെ പേര് ഗെറ്റ് എന്നാണ്. ഫംഗ്ഷന് പാരാമീറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഫംഗ്ഷൻ്റെ ബോഡി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഈ എക്സാമ്പിളിലും ഒരു ലൈൻ ഓഫ് കോഡ് മാത്രമേ ഉള്ളൂ, അത് റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല എങ്കിൽ എറർ കാണിക്കും. കാരണം നമ്മൾ റിട്ടേൺ ടൈപ്പ് ഫ്ലോട്ട് എന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം സി കമ്പൈലർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഫംഗ്ഷൻ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ തെറ്റിക്കഴിഞ്ഞാൽ കമ്പൈലർ എറർ കാണിക്കും. അപ്പോൾ ഇവിടെ റിട്ടേൺ ടൈപ്പ് വോയിഡിന് പകരം ബാക്കി എന്ത് എഴുതിയാലും ആ ഫംഗ്ഷൻ്റെ അകത്ത് റിട്ടേൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഈ റിട്ടേൺ എന്ന് പറയുന്ന കീവേഡാണ്. അത് കഴിഞ്ഞ് വരുന്ന സംഭവം അതാണ് ആക്ച്വലി ഈ ഫംഗ്ഷൻ തിരിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നുപോയി. ഇവിടെ റിട്ടേൺ എന്ന് കണ്ടു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ കൺട്രോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി കയറി ഇങ്ങോട്ട് വരും. അതിൻ്റെ അത് ലൈൻസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് കണ്ടു കഴിയുമ്പോൾ തിരിച്ചു പോകും. ഈ എക്സാമ്പിളിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ കണ്ടു കഴിയുമ്പോൾ ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോകും. ഈ തിരിച്ചു പോകുമ്പോൾ അയാൾ എന്ത് ചെയ്യും? കൺട്രോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഈ 10.2 കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. വെറും കൈയോടല്ല തിരിച്ചു പോവുക. കാരണം റിട്ടേൺ 10.2 മീനിങ് എന്താ? അതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ മീനിങ് തന്നെ ആലോചിച്ച് നോക്കിയേ. 10.2 റിട്ടേൺ ചെയ്യുക എന്നാണ് ആ ലൈൻ പറയുന്നത്. അപ്പോൾ ഇവിടെ 10.2 കൊണ്ടാണ് കൺട്രോൾ തിരിച്ചു പോകുന്നത്. തിരിച്ചങ്ങോട്ടാണ് പോകുന്നത്? ഈ കൺട്രോൾ എവിടെ നിന്നാണോ വന്നത്, അത് എവിടെ നിന്നാണ് ഈ ഫംഗ്ഷനെ വിളിച്ചത്, അതേ പോയിന്റിലേക്കാണ് തിരിച്ചു പോവുക. ഓക്കെ, അത് തിരിച്ചു പോകുമ്പോൾ ഈ 10.2 കൂടി കൊണ്ടുപോകും. നേരത്തെ കേസിലാണെങ്കിൽ റിട്ടേൺ 10 ആണ് എഴുതിയതെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇൻറ്റിജർ ആയതുകൊണ്ട് 10 മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ റിട്ടേൺ 10 കൊണ്ടാണ് തിരിച്ചു പോവുക. വെറും കൈയോടെല്ലാം തിരിച്ചു പോവുക. വെറും കൈയോടെ തിരിച്ചു പോകുന്ന എപ്പോഴാണ്? ഇവിടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് വരികയും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് വെറും കൈയോടെ തിരിച്ചു പോകുന്നത്. ആ സമയത്ത് ഈ ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് കണ്ടു കഴിയുമ്പോഴാണ് ഇവിടുന്ന് കൺട്രോൾ തിരിച്ചു പോവുക. ഈ കേസിൽ ഈ ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് വെയിറ്റ് ചെയ്യില്ല, കാരണം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. റിട്ടേൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ സിനിമയിൽ പാക്കപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം പാക്കപ്പ് ചെയ്ത് പോകണില്ലേ? ഓം ശാന്തി ഓശാനയല്ലേ? ഓം ശാന്തി ഓം ഷാറുഖ് ഖാൻ സിനിമയിൽ പാക്കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം പാക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എന്ന് പറയുമ്പോൾ റിട്ടേൺ എന്ന് പറയുന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കമ്പൈലർ വേറെ ഒന്നും ആലോചിക്കില്ല, നേരെ തിരിച്ചു പോകും. ഫംഗ്ഷൻ്റെ അകത്ത് റിട്ടേൺ എന്ന് പറയുന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ കമ്പൈലർ വേറെ ഒന്നും ആലോചിക്കില്ല, ഈ ഫംഗ്ഷൻ എവിടെ നിന്നാണ് വിളിച്ചത് അവിടേക്ക് തിരിച്ചു പോകും. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് താഴെ ഒരു 1000 ലൈൻസ് ഓഫ് കോഡ് ഉണ്ടെങ്കിലും ശരി, കമ്പൈലർ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതെപ്പോഴും ഫംഗ്ഷൻ്റെ ഏറ്റവും അവസാനത്തെ ലൈൻ ആയിരിക്കണമെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? ഞാനിപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ കർലി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഇവിടെ ഇങ്ങനെ കുറേ ലൈൻസ് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ റിട്ടേൺ എന്ന് എഴുതി. ഹാൻഡ് റൈറ്റിംഗ് പറ്റുന്ന പോലെ ഞാൻ എഴുതാം. ഇത്ര ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ നോക്കരുത്.
റിട്ടേൺ 1 എഴുതി. എൻ്റെ ഫംഗ്ഷൻ്റെ പേര് ഇപ്പോൾ ഫംഗ്ഷൻ ഹെഡർ ഇതാണ്, ഇൻറ്റ് എ എന്നാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്. പാരാമീറ്റർ ഒന്നുമില്ല, ഇതാണ് എൻ്റെ ഫംഗ്ഷൻ ഹെഡർ. ഓക്കെ, അപ്പോൾ ഇൻറ്റ് എ റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആണ്, സോ റിട്ടേൺ 1 എഴുതി. ഇവിടെയും ഞാൻ അങ്ങനെ എഴുതിയിട്ട് ഇവിടെയും കുറേ ലൈൻസ് ഓഫ് കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ ഫംഗ്ഷൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത് ഇവിടം തുടങ്ങി ഇവിടം വരെയാണ് എൻ്റെ ഫംഗ്ഷൻ ബോഡി. ഇതിനകത്ത് കുറേ ലൈൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതിൽ ഇവിടെയാണ് റിട്ടേൺ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യും. ഇവിടെ റിട്ടേൺ എന്ന് കണ്ടു കഴിയുമ്പോൾ സംഭവിക്കണം എന്താ, ഇവിടുന്ന് നമ്മുടെ കൺട്രോൾ തിരിച്ചു പോകും. ഈ ഫംഗ്ഷൻ എവിടെ നിന്നാണ് വിളിച്ചത് അവിടേക്ക് തിരിച്ചു പോകും. ഇതിൻ്റെ അടിയിൽ ഇത്രയും ലൈൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈലർ മൈൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ കൺട്രോൾ മൈൻഡ് ചെയ്യില്ല. കാരണം കമ്പൈലറിനോട് ഇവിടെ വെച്ചിട്ട് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും വെച്ചിട്ട് കമ്പൈലർ തിരിച്ചങ്ങോട്ട് പോകും. ഇത്രയും ലൈൻസ് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പം അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഒരു ഫംഗ്ഷൻ്റെ അകത്തെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി തന്നെ വേണം എഴുതാൻ. അതല്ല എങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും എഴുതാ, റിട്ടേൺ ടൈപ്പ് വേർഡ് അല്ലാത്ത അവസ്ഥയിൽ എപ്പോഴും നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. റിട്ടേൺ സംതിങ്, അത് റിട്ടേൺ 10.2 അത് വായിക്കേണ്ടത് എങ്ങനെയാണ്, 10.2 റിട്ടേൺ ചെയ്യുക എന്നാണ്. അപ്പോൾ എന്താണോ നമ്മൾ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടൈപ്പാണ് നമ്മൾ റിട്ടേൺ ടൈപ്പായിട്ട് ഫംഗ്ഷൻ്റെ പേരിൻ്റെ കൂടെ നമ്മൾ എഴുതേണ്ടത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ സമയത്തും ഫംഗ്ഷൻ ഡെഫിനിഷൻ സമയത്തും ഫംഗ്ഷൻ്റെ പേരിൻ്റെ കൂടെ എഴുതേണ്ട റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂവിൻ്റെ ടൈപ്പാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ഇൻ്റ് എന്നാണ് റിട്ടേൺ ടൈപ്പായിട്ട് സ്പെസിഫൈ ചെയ്തേക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻറ്റിജറിനെ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എഴുതിയിരിക്കുന്ന ഫ്ലോട്ട് എന്നാണെങ്കിൽ ഫ്ലോട്ട് മാത്രം റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ മാത്രം റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇനി ഈ എക്സാമ്പിളിന് പിന്നെ നോക്കുക. ഞാൻ ഇത്ര എഴുതിയിട്ടാണ് ഇവിടെ ഈ ലൈൻ എന്ന് പറയുന്നത് വീണ്ടും ഞാൻ ഒരു റിട്ടേൺ എന്ന് എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും റിട്ടേൺ എന്ന് എഴുതി. ഈ റിട്ടേൺ വർക്കാവോ? ഈ റിട്ടേണും വർക്കാവില്ല. കാരണം എന്താ, ഇവിടെ വെച്ച് തന്നെ ഓൾറെഡി പോയി കഴിഞ്ഞു, പിന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് വരില്ലല്ലോ. അപ്പോൾ അതാണ് പറയുന്നത് എപ്പോഴും ഒരു ഫംഗ്ഷന് ഒരു വാല്യൂവിന് മാത്രം റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഈ റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ ഫംഗ്ഷൻ അവിടെ വെച്ച് തിരിച്ചു പോകും. അതിൻ്റെ അടിയിൽ പിന്നെ റിട്ടേൺ എഴുതിയിട്ട് കാര്യമില്ല. കാരണം ഒറ്റ തവണ റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ ഫംഗ്ഷൻ അവിടെ വെച്ച് തീർന്നു. കൺട്രോൾ ആ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞ സാധനം കൊണ്ട് തിരിച്ചങ്ങോട്ട് ചാടും. അതിൻ്റെ അടിയിൽ എത്ര റിട്ടേൺ എഴുതിയിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഒരു ഫംഗ്ഷന് ഒരു വാല്യൂവിന് മാത്രം റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഏറ്റവും അവസാനത്തെ ലൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോയിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ടാവും, അത് റെക്കോർഡ് ചെയ്തപ്പോൾ പറ്റിയതാണ്. അത് ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കുക. അപ്പോൾ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്സിനെ കുറിച്ചാണ് ഈ വീഡിയോ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തത്. റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൻ്റെ ടൈപ്പാണ് റിട്ടേൺ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് എഴുതാം. എന്തായാലും ഫംഗ്ഷൻ്റെ പേരിന് മുമ്പ് വരുന്ന ആ ഒരു പോർഷൻ, അതാണ് റിട്ടേൺ ടൈപ്പ് എഴുതേണ്ട പൊസിഷൻ. അവിടെ നമുക്ക് വാക്കൻറ്റ് സ്പേസ് ആക്കി ഇടാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്തെങ്കിലും എഴുതിയേ പറ്റൂ. എന്നുവെച്ചാൽ വോയിഡ് എന്തെങ്കിലും എഴുതിയിരിക്കണം, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ. അതല്ലെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ആ വാല്യൂ ആണ് എഴുതാനായിട്ട്. പിന്നെ ഒരു ഫംഗ്ഷൻ വെറുതെ വർക്ക് ചെയ്യില്ല, നമ്മൾ ഫംഗ്ഷനെ വിളിക്കണം. ആ ഫംഗ്ഷനെ വിളിച്ച് കഴിയുമ്പോൾ കൺട്രോൾ എവിടെ നിന്നാണോ ഫംഗ്ഷനെ വിളിച്ചത് അവിടെ നിന്ന് ചാടി ഇങ്ങോട്ടേക്ക് കയറി വരും. എന്നിട്ട് ഫംഗ്ഷൻ്റെ ബോഡിക്കകത്തുള്ള എല്ലാ ലൈൻസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലോസിങ് കർലി ബ്രാക്കറ്റ് കാണുന്നത് ആ സമയത്ത് കൺട്രോൾ തിരിച്ച് ചാടും. എവിടെ നിന്നാണ് ഈ ഫംഗ്ഷനെ വിളിച്ചത് അവിടേക്ക് ചാടും. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം ചാടും. അതുകൊണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഫംഗ്ഷൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി വേണം എഴുതാൻ. അതല്ല എങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിന് താഴെയുള്ള ലൈൻസ് ഓഫ് കോഡ്സ് ഒന്നും തന്നെ എക്സിക്യൂട്ട് ആവില്ല. അത് മാത്രമല്ല, ഒരു ഫംഗ്ഷന് ഒരു വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കാരണം തന്നെയാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ മാത്രമേ അല്ലെങ്കിൽ ഒരു തവണ മാത്രമേ റിട്ടേൺ വർക്ക് ചെയ്യുള്ളൂ. ഇത് റിട്ടേൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ റിട്ടേൺ ആവും. അപ്പോൾ ഒരു റിട്ടേണിന് താഴെ വീണ്ടും റിട്ടേൺ എഴുതി കഴിഞ്ഞിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. വീണ്ടും ഈ വീഡിയോ ഒന്നുകൂടി കാണുക.
വ്യക്തമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്.